ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ വചനചിന്ത, നാളത്തെ ദിവസത്തെ ചൊല്ലി പ്രശംസിക്കരുത്. മനുഷ്യർ ജീവിക്കുന്നത് കുലീനതയുടെയും മാന്യതയുടെയും അന്തസ്സിൻ്റെയും കുറേ ചിന്തകൾക്കും ധാരണകൾക്കും മുകളിലാണ്. മനുഷ്യർക്ക് അല്പം മുകളിലാണ് നമ്മളെന്ന ചിന്ത എവിടെയും എങ്ങനെയെങ്കിലും അറിയിക്കുവാൻ ശ്രമിക്കുന്നു. മൃഗങ്ങൾക്ക് അവകാശപ്പെടുവാനില്ല. അതൊരു മാനുഷിക ചിന്തയാണ്. മറ്റുള്ളവരെക്കാൾ അല്പം മുകളിലെന്ന ചിന്താഗതി. മേന്മയും മഹത്വവും ചിലരെയെങ്കിലും അറിയിക്കണം എന്ന ആഗ്രഹം. ഒരിക്കൽ ഒന്നിനു കുറവില്ലാത്ത ഒരു സ്ത്രീ തൻ്റെ കുടുംബവുമായി ഒരു വലിയ വീട് വാങ്ങിച്ചു. പുതിയ സ്ഥലത്തേക്ക് താമസം മാറ്റി. അവരുടെ ചുറ്റുമുള്ളവർ വലിയ സാമ്പത്തിക ഭദ്രയില്ലാത്തവരാണ്. അവിടെ താമസിക്കുന്നവർ പരസ്പരം വീട്ടു സാധനങ്ങളൊക്കെ തീരുമ്പോൾ അടുത്ത് വീടിനടുത്ത് നിന്നൊക്കെയും കടമൊക്കെയും വാങ്ങിച്ചാണ് ജീവിച്ചിരുന്നത്. ധനികയായ സ്ത്രീ അവിടെ താമസം ആരംഭിച്ചു. യഥാർത്ഥമായും ആ സമൂഹത്തിൽ പരസഹായം ആവശ്യമില്ലാത്ത കുടുംബമാണ് അവരുടേത്. എന്നാൽ ആ മാതാവ് പല ദിവസങ്ങളിലായി ആ ചെറിയ ചെറിയ വീടുകളിൽ പോയി ഉപ്പ് കടം വാങ്ങിക്കുവാൻ തുടങ്ങി. എല്ലാ വീടുകളിലും ഇപ്പോൾ ആ മാതാവ് കടക്കാരിയായി. ഇത്ര വലിയ വീടുണ്ടായിട്ടും സമ്പത്തുണ്ടായിട്ടും ഉപ്പ് കടം മേടിക്കുന്ന ഒരു മാതാവ്. ആ മാതാവിൻ്റെ മകൻ അമ്മയോട് ചോദിച്ചു, അമ്മേ, നമുക്ക് സകലതുമുണ്ട്, എന്നാൽ എന്തിനാണ് എല്ലാ വീട്ടിലും പോയി ഇങ്ങനെ കടം മേടിക്കുന്നത്? അമ്മ പറഞ്ഞു, നമുക്ക് ഉപ്പ് വേണം എന്നതുകൊണ്ടല്ല, നമ്മൾ അവരെയും ആശ്രയിക്കുന്നുവെന്ന് അവർക്ക് തോന്നണം. അങ്ങനെ അവർക്ക് തോന്നിയാലേ അവർക്ക് നാളെ ഒരു ആവശ്യം വന്നാൽ ഇവിടെയും വരുവാൻ തോന്നുകയുള്ളൂ. നിസ്സാരമായ ഉപ്പ് കടം വാങ്ങി നാം അല്പം താഴ്ന്നു കൊടുത്താൽ അവിടെ തുറക്കപ്പെടുന്നത് നമ്മുടെ വീടിൻ്റെ വാതിലാണ്. ദൈവം സകലതും ആവശ്യത്തിന് നമുക്ക് നൽകിയിരിക്കുന്നത് അവർക്ക് കൂടെയാണ്. അവർക്ക് കുറവുള്ളത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ബഹുമാന്യ സ്ഥാനവും ആദരണീയ പദവിയും മനുഷ്യർ വളരെ ആഗ്രഹിക്കുന്നു. അവിടെ എത്തിച്ചേരുവാൻ സാധുക്കളെ മറക്കുന്നു. പെട്ടെന്നവർ വ്യത്യസ്ത മനുഷ്യരാകുന്നു. അവർ ആരായിരുന്നു എന്ന് അവർ മറന്നുപോകുന്നു. പെട്ടെന്ന് കിട്ടിയ സ്ഥാനമാനങ്ങളുടെ സുഖം അവരുടെ രക്തത്തിൽ അലിയുമ്പോൾ അനേകരുടെ തലയിൽ കൂടെ നടക്കുന്നവരാകുന്നു. അവരെ നടത്തിയവരെ മറക്കുന്നു. സാധുക്കളുമായി അനാവശ്യ അതിർത്തി വരമ്പുകൾ തീർക്കുന്നു. ശരണമില്ലാത്തവരെ വെളിയിൽ നിർത്തുന്നു. എന്നാൽ കയ്യിലുള്ളത് തീരുവാൻ അധിക സമയം ആവശ്യമില്ല. എപ്പോഴും എന്നും കതകുകൾ ശരണമില്ലാത്തവർക്കായി തുറന്നിടണം. താഴ്ന്ന നിലങ്ങൾ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിലേ അവിടെ നന്മയുടെ നീരോടുകയുള്ളൂ. നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത്. ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കാമെന്ന് അറിയുന്നില്ല. ഇന്ന് രാജ്യങ്ങളോട് യുദ്ധം ചെയ്യുമ്പോൾ എത്രയോ സാമ്പത്തികമായി നിൽക്കുന്ന വ്യക്തികളൊക്കെയും തകർന്നുപോയി. എത്രയോ ഹോസ്റ്റലൊക്കെയും അടച്ചു. ഒരു മനുഷ്യൻ വട്ടപൂജ്യമാകുവാൻ ഒരു നിമിഷം മതി. നമുക്ക് ദൈവം എന്തെങ്കിലും നന്മകൾ നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെ ഓർത്ത് ഒരിക്കലും അഹങ്കരിക്കരുത്. ഓരോ ദിവസവും ദൈവത്തോട് നന്ദി പറയണം. നാളെ ഓർത്ത് ഒരിക്കലും പ്രശംസിക്കരുത്. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ സദൃശവാക്യം എഴുതുമ്പോൾ സദൃശവാക്യങ്ങൾ 27-ാം അധ്യായം 1 മുതലുള്ള തിരുവചനത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത്. ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് അറിയുന്നില്ലല്ലോ. നിൻ്റെ വായല്ല മറ്റൊരുത്തൻ, നിൻ്റെ അധരമല്ല വേറൊരുത്തൻ നിന്നെ സ്തുതിക്കട്ടെ. കല്ല് ഘനമുള്ളതും മണൽ ഭാരമുള്ളതുമാകുന്നു. ഒരു ഭോഷൻ്റെ നീരസമോ ഇവ രണ്ടിലും ഘനമേറിയത്. ക്രോധം ക്രൂരവും കോപം പ്രളയവും ആകുന്നു. ജാരശങ്കയുടെ മുമ്പിലോ ആർക്കു നിൽക്കാം? മറഞ്ഞ സ്നേഹത്തിലും തുറന്ന ശാസന നല്ലത്. സ്നേഹിതൻ വരുത്തുന്ന മുറിവുകൾ വിശ്വസ്തതയുടെ ഫലം. ശത്രുവിൻ്റെ ചുംബനങ്ങളോ കണക്കിലധികം. തിന്ന് തൃപ്തരായവൻ തേൻകട്ടയും ചവിട്ടിക്കളയുന്നു. വിശപ്പുള്ളവനോ കയ്പുള്ളതൊക്കെയും മധുരം. കൂടുവിട്ട് അലയുന്ന പക്ഷിയും നാട് വിട്ടൊഴിലുന്ന മനുഷ്യനും ഒരുപോലെ. തൈലവും ധൂപവും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. ഹൃദയോലോചനയുള്ള സ്നേഹിതൻ്റെ മാധുര്യം അങ്ങനെ തന്നെ. നിൻ്റെ സ്നേഹിതനെയും അപ്പൻ്റെ സ്നേഹിതനെയും ഉപേക്ഷിക്കരുത്. നിൻ്റെ കഷ്ടകാലത്ത് സഹോദരൻ്റെ വീട്ടിൽ പോകുകയും അരുത്. ദൂരത്തെ സഹോദരനിലും
സമീപത്തെ അയൽക്കാരന് നല്ലത്. ഇന്ന് വചനചിന്തയിൽ കേട്ടതുപോലെ ആ സ്ത്രീ തൊട്ടടുത്തുള്ള അയൽക്കാരുമായി ഒരു സൗഹൃദം സ്ഥാപിച്ചതുപോലെ ഈ നാളുകളിൽ മറ്റുള്ളവരെ സ്നേഹിച്ച് നാളെ ഓർത്ത് പ്രശംസിക്കാതെ ദൈവത്തിൽ പ്രശംസിച്ച് കർത്താവിൽ ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രമിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.